ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ ഇടപെടലെന്ന് വിമർശനം. സ്വർണ്ണ കവർച്ചയിൽ സാമ്പത്തിക ലാഭം നേടിയത് ആരൊക്കെ എന്നുള്ള കാര്യങ്ങളിൽ അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണ്. ആചാരപരമായ കാര്യങ്ങളിൽ മാത്രം ചുമതലയുള്ള തന്ത്രിക്കെതിരെ SIT തിരിഞ്ഞത്. തന്ത്രിയെ അറസ്റ്റ് ചെയ്ത SITക്ക് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും മുൻ ദേവസ്വം ബോർഡ് അംഗം ശങ്കരദാസിനെയും അറസ്റ്റ് ചെയ്യാൻ മുതിരുന്നില്ല എന്നുള്ള ആരോപണവും ഇതിനിടെ ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, തന്ത്രിയുടെ അറസ്റ്റ് അത് ഞൊടിയിടയിൽ സംഭവിക്കുന്നു. പക്ഷേ ആ അറസ്റ്റിന് പിന്നിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ചില ഗൂഢനീക്കങ്ങളുണ്ട്, ചില തിരക്കഥകൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, ചില കൈകൾക്ക് പങ്കുണ്ട് എന്ന രീതിയിലൊക്കെ തന്നെ ആക്ഷേപങ്ങൾ ഉയരുകയാണ്. എങ്ങനെയാണ് ആ ആക്ഷേപങ്ങളെ ഈ ഘട്ടത്തിൽ നമുക്ക് ചേർത്ത് വായിക്കാൻ സാധിക്കുന്നത് പ്രജിത്ത്? രാഖി, ഈ ശബരിമല സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ രീതികളിൽ, അന്വേഷണത്തിന്റെ നാൾവഴികളിൽ പലയിടത്തും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കോടതിയടക്കം വലിയ രീതിയിൽ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുകയും എന്തുകൊണ്ട് മറ്റ് ഉന്നതരിലേക്ക് പോകുന്നില്ല, വമ്പൻ സ്രാവുകളിലേക്ക് പോകുന്നില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പോലും ഉയർത്തേണ്ട സാഹചര്യം പോലും അന്വേഷണത്തിൽ വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഈ തന്ത്രിയുടെ അറസ്റ്റും മറ്റുള്ളവരുടെ അറസ്റ്റ് നടക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങളിൽ വലിയ വിമർശനങ്ങൾ വരുന്നത്. പ്രത്യേകിച്ച് തന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് തന്ത്രിക്ക് ശബരിമലയിൽ എന്തെങ്കിലും തരത്തിലുള്ള വോയിസ് ഉണ്ടായിരുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതും നമ്മൾ ഈ 2018 യുവതീ പ്രവേശന കാലത്തെ വിവാദങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ദേവസ്വം ബോർഡും തന്ത്രിയും രണ്ട് തട്ടിലായിരുന്നു. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം മന്ത്രിയും സർക്കാരും ഒക്കെ ഒരു വശത്തും, മറുവശത്ത് തന്ത്രിയും എന്നുള്ളതായിരുന്നു യുവതീ പ്രവേശന വിവാദ കാലത്തടക്കമുള്ള സാഹചര്യം. അന്ന് ഈ യുവതി ആചാരലംഘനം ഉണ്ടാകുന്ന സമയത്ത് ശബരിമല നടയടച്ചിട്ട് അവിടെ പുണ്യാഹം ചെയ്തതിൻ്റെ പേരിൽ, ശുദ്ധികലശം നടത്തിയതിൻ്റെ പേരിൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ തന്ത്രിയോട് വിശദീകരണം ചോദിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ട്. അന്ന് സർക്കാരാകട്ടെ തന്ത്രിക്ക് ആചാരപരമായ കാര്യങ്ങളിൽ അങ്ങനെ എല്ലാ അവകാശങ്ങളും ഒന്നും ഇല്ല എന്നുള്ള നിലപാട് നിയമസഭയിൽ അന്നത്തെ കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രി അദ്ദേഹം പറഞ്ഞതുമാണ്. അപ്പോൾ ദേവസ്വം മന്ത്രിയും ഈ പറയുന്ന പത്മകുമാറും ഒക്കെ ഒരു വശത്ത് നിൽക്കുമ്പോൾ മറുവശത്ത് നിന്ന തന്ത്രിയാണ്. ആ തന്ത്രിയുടെ വാക്കുകൾ കേട്ടാണ് താൻ സ്വർണ്ണക്കവർച്ചയ്ക്ക് ഭാഗമായിട്ടുള്ള ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടുന്നതിലേക്ക് പോയത് എന്നുള്ള പത്മകുമാറിന്റെ മൊഴിയിലെ ഒന്നാമത്തെ വൈരുദ്ധ്യം അവിടെയാണ് നമ്മൾ കാണേണ്ടത്. അതോടൊപ്പമാണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പലരുടെയും മൊഴികളുണ്ട്. ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പല സഹായങ്ങളും ചെയ്ത ആളുകളിലേക്ക് പോവുകയാണെങ്കിൽ എന്തുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം പോകുന്നില്ല എന്നുള്ള രണ്ടാമത്തെ ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 2019 പ്രധാനപ്പെട്ട 3 അംഗങ്ങളായിട്ടുള്ള 3 പേരിൽ ഒരാളായിട്ടുള്ള KP ശങ്കരദാസിനെ ഇതുവരെയും അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ടില്ല. ഒരു സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്റെ പിതാവായ KP ശങ്കരദാസിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല, എന്ത് പ്രിവിലേജാണ് അവിടെ കൊടുക്കുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. ഇത് ഈ വിഷയങ്ങളിൽ ഇത്രയും നിൽക്കട്ടെ. അടുത്തത് തന്ത്രിക്കെതിരെയുള്ള ഈ മൊഴി വന്നത്, പത്മകുമാറിന്റെ മൊഴി വരുന്നത് 2025 നവംബർ 20 മുതൽ 25 വരെയുള്ള ദിവസങ്ങളിലാണ് ഇത്തരത്തിലുള്ള മൊഴി വരുന്നതും അത് വാർത്തയായി മാറുന്നതും. തന്ത്രിയെ ചോദ്യം ചെയ്തു ഒരു ഘട്ടത്തിൽ. അത് കഴിഞ്ഞ് ഏതാണ്ട് 45 ദിവസങ്ങൾ കാത്തിരുന്നതിന് ശേഷമാണോ ഈ ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ തന്ത്രിക്ക് പങ്കുണ്ട് എന്ന അന്വേഷണ സംഘത്തിന് വെളിപാടുണ്ടായതെന്നുള്ളത് മൂന്നാമത്തെ ചോദ്യം. ഇനി വേറൊരു പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത്, കഴിഞ്ഞ ദിവസം പത്മകുമാറുമായി ബന്ധപ്പെട്ട ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് ഇതേ അന്വേഷണ സംഘം തന്നെ കോടതിയിൽ പറയുന്നു തന്ത്രിക്ക് ഈ സ്വർണ്ണക്കവർച്ചയുടെ ഭാഗമായി ഈ പറയുന്ന കട്ടിളപ്പാളി ശില്പങ്ങളടക്കം കൊടുത്തുവിട്ടതിൽ യാതൊരു പങ്കുമില്ല, യാതൊരു അറിവുമില്ല എന്നുള്ളത്. അങ്ങനെ പറയുന്ന SIT ആണ് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ നിലപാട് മാറ്റി വീണ്ടും തന്ത്രിക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് പറയുന്നത്. ഇതെല്ലാം വൈരുദ്ധ്യങ്ങളാണ്. ഈ വൈരുദ്ധ്യങ്ങളെല്ലാം അവിടെ നിലനിൽക്കുമ്പോഴാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് EDയിലേക്ക് ഈ അന്വേഷണം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ കുറച്ചു മുമ്പ് കണ്ട വാർത്തയിൽ പറയുന്നത് പോലെ ED ഈ വിഷയത്തിൽ കടകംപള്ളി സുരേന്ദ്രനെ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യാൻ പോകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ, മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ സാമ്പത്തിക ഇടപാടുകളടക്കം പരിശോധനയിലേക്ക് വരുന്ന സാഹചര്യം വരുമ്പോഴും SIT എന്തുകൊണ്ട് അങ്ങനെ ഒരു പരിശോധന ഇതുവരെ നടത്തിയില്ല എന്നുള്ള ചോദ്യവും അവിടെ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം EDയുടെ പരിശോധന ആരംഭിക്കുന്ന ഘട്ടത്തിലാണ് വളരെ ധൃതി പിടിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ്ട് 45 ദിവസം മുൻപ് ഈ പറയുന്ന രീതിയിൽ ഒരു മൊഴി വരുന്നു. അത് കഴിഞ്ഞിട്ട് തന്ത്രിയെ ചോദ്യം ചെയ്യുന്നു. പിന്നീട് തന്ത്രിക്ക് ഈ സ്വർണ്ണക്കവർച്ചയിൽ പങ്കില്ല എന്നുള്ളത്, തന്ത്രിക്ക് ഈ പാളികൾ കൊടുത്തുവിട്ടതിൽ അറിവില്ല എന്നുള്ള കാര്യം കൃത്യമായി കോടതിയിൽ റിപ്പോർട്ട് നൽകുന്നു. അതിനുശേഷം പ്ലേറ്റ് മാറ്റി തന്ത്രിയെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുന്നു. തന്ത്രിക്കെതിരെ ഗൂഢാലോചന അടക്കമുള്ള കുറ്റങ്ങളും ചുമത്തുന്ന രീതിയിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം പോയിരിക്കുന്നത്. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ പല വിധത്തിലുള്ള ദുരൂഹതകളുണ്ട്. നമ്മൾ വീണ്ടും യുവതീ പ്രവേശന കാലത്തേക്ക് പോകുന്നതിൻ്റെ ഒരു സാഹചര്യം എന്നുള്ളത്, അന്ന് തന്ത്രിക്കെതിരെ വലിയ നിലപാട് സ്വീകരിച്ചത് സർക്കാരും ദേവസ്വം ബോർഡുമാണ്. ശബരിമലയിൽ ആചാര ലംഘനത്തിനെതിരെ നിലപാട് സ്വീകരിച്ചത് തന്ത്രിയാണ്. അന്ന് സർക്കാരിനോടും അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ
നിലപാടുകളൊക്കെ പരസ്യമായി എതിർക്കുന്ന നിലപാടിലേക്ക് രീതിയിലേക്ക് തന്ത്രി പോയതാണ്. ആ സാഹചര്യങ്ങളും കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് ഈ ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിന് പിന്നിൽ മറ്റു ചില രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം അവിടെ ജനിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന്, പത്മകുമാറിന്റെ മൊഴി വരുന്ന സമയം, ആ മൊഴി കഴിഞ്ഞിട്ട് ഇത്രയും 45 ദിവസങ്ങൾ കാത്തിരിക്കുന്നത്. ഈ 45 ദിവസങ്ങൾ കാത്തിരിക്കുമ്പോൾ തന്നെ അതിനിടയിൽ ഒരു വട്ടം പ്രത്യേക അന്വേഷണ സംഘം തന്നെ കട്ടളപ്പാളി കവർച്ചയിൽ തിരുവിതാംകൂർ ശബരിമല ക്ഷേത്ര തന്ത്രിക്ക് യാതൊരു പങ്കുമില്ല എന്നുള്ളത് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിട്ട് കോടതിയിൽ ഒരു അഭിപ്രായം സ്റ്റേറ്റ്മെന്റായി കോടതിയിൽ നൽകിയിട്ട് അതിനുശേഷം 2 ദിവസം കഴിയുമ്പോൾ ഈ നിലപാടിൽ നിന്ന് മാറി തന്ത്രി ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് പറയുന്ന സ്റ്റാൻഡിലേക്ക് പോകുന്നു. അതും ഏത് സാഹചര്യത്തിൽ ഇ ഡിയുടെ അന്വേഷണം ആരംഭിച്ച് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം പോകുന്നു. സാമ്പത്തിക ഇടപാടുകളിലടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളിലടക്കം അന്വേഷണം പോകുന്നു എന്ന് വരുന്ന ഘട്ടത്തിലാണ് ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ അവിടെ ചില ആശയക്കുഴപ്പങ്ങളുണ്ട്, പൊരുത്തക്കേടുകളുണ്ട്. ഈ സാഹചര്യങ്ങളിൽ ചില ശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ട്. CPM-ന്റെ നല്ലൊരു തിരക്കഥ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള ആക്ഷേപം ഇതിനോടകം തന്നെ തന്ത്രിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രജിത് മോഹനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.